യം അഗ്നയേ നമ. എല്ലാവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൂരുട്ടാതി നക്ഷത്രത്തെ പറ്റിയും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് 2025 എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. പൂരുട്ടാതി നക്ഷത്രം 4 പാദങ്ങളായി തിരിച്ചുകൊണ്ട് ഒന്നാം പാദം 320 ഡിഗ്രി മുതൽ 323 ഡിഗ്രി വരെ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ആ ഭരണം ശുക്രനാണ് ഏറ്റ് നടത്തുന്നത്. ദൃഢനിശ്ചയ സ്വഭാവമുള്ള ഒരു നക്ഷത്രപാദം കൂടെയാണ് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക്. ഈ ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ദൃഢനിശ്ചയം ഉള്ള ഒരു സ്വഭാവമായിരിക്കും. രണ്ടാം പാദം 323 ഡിഗ്രി മുതൽ 326 ഡിഗ്രി വരെ കുംഭൻ രാശിയിൽ ഭരിക്കുന്ന ഗ്രഹം ശുക്രനാണ്. ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും സംതൃപ്തി ഉണ്ടാവുന്ന ഒരു സ്വഭാവക്കാരായിരിക്കുമെന്നാണ്. മൂന്നാം പാദം 326 ഡിഗ്രി മുതൽ 330 ഡിഗ്രി വരെ, അതും കുംഭൻ രാശിയിലാണ്. ഭരിക്കുന്ന ഗ്രഹം ബുധനാണ്. അതും സംതൃപ്തി ഉള്ള ഒരു സ്വഭാവം ആയിരിക്കണമെന്ന്. നാലാം പാദം 330 ഡിഗ്രി മുതൽ 333 ഡിഗ്രി വരെ, അത് മീനം രാശിയിലാണ്. ഭരിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. ഈ സ്വഭാവം എന്ന് പറയുന്നത് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു സ്വഭാവമാണ്. നാലാം പാദത്തിലാണെങ്കിൽ കഷ്ടപ്പാടുകൾ ധാരാളമായി ഉണ്ടാകുമെന്നാണ്. അതിൻ്റെ ഒരു മറ്റ് സവിശേഷതകളെ പറ്റി പറയുമ്പോൾ, ഒരു കുബേരൻ്റെ നക്ഷത്രമാണ് പൂരുട്ടാതി. ഈ നക്ഷത്രം കത്തിയുമായിട്ടുള്ള റേഡിയേഷൻസ്, ഇരട്ട മുഖങ്ങൾ, പിന്നെ കട്ടിലിൻ്റെ കാല് ഒക്കെ ഈ ഒരു നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻസ് ഉണ്ട്. സൂര്യദോഷമുള്ള നക്ഷത്രം കൂടെയാണ് പൂരുട്ടാതി. ഇവരുടെ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാരുടെയൊക്കെ DNA സൂര്യൻ്റെ ദോഷം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ പൊതുവേ ഒരല്പം കോപപ്രകൃതക്കാരും എടുത്തുചാട്ടക്കാരും, പറഞ്ഞാലൊക്കെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും അംഗീകരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു നക്ഷത്രക്കാരെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ എന്നും സൂര്യനെ തൊഴുത് പ്രാർത്ഥിക്കുന്നതൊക്കെയും സൂര്യക്ഷേത്രങ്ങളിലൊക്കെ ദർശനം ചെയ്യുന്നതും നവഗ്രഹങ്ങളിൽ സൂര്യന് പൂജകളൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. സൂര്യൻ്റെ ദോഷം മാറുന്നതിന് നല്ലതാണ്. മാമ്പഴവുമായിട്ട് ഈ പൂരുട്ടാതി നക്ഷത്രത്തിനൊരു റേഡിയേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അഭിഷേകം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഈ നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻസാണ്. ഭക്ഷണം, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ചില ഭക്ഷണങ്ങൾ കൊണ്ടൊക്കെയുള്ള അഭിഷേകങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പഞ്ചാമൃതം കൊണ്ടുള്ള അഭിഷേകങ്ങൾ, മലര്, പാല്, ഇതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ക്ഷേത്രങ്ങളിൽ അഭിഷേകം ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. പിന്നെ മുല്ലപ്പൂവ്, ചെമ്പകം, അരളിപ്പൂ, ഇങ്ങനെയുള്ള പുഷ്പങ്ങളുമായിട്ടൊക്കെ ഈ നക്ഷത്രത്തിന് റേഡിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പൂക്കളൊക്കെ അവർക്ക് പൊതുവെ ഇഷ്ടമായിരിക്കും. മുല്ലപ്പൂവിനോട് ഭയങ്കര ഒരു താല്പര്യമൊക്കെ ഉണ്ടാവും. വീടുകളിലൊക്കെ മുല്ല ഒക്കെ ഉണ്ടാവാം. അരളിപ്പൂവ്, ചെമ്പകം, ഇങ്ങനെയുള്ള പുഷ്പങ്ങളൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻസാണ്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ ഇത്തരത്തിലുള്ള പൂക്കളൊക്കെ പറിച്ച് വെക്കുന്നതും പരിസരത്തൊക്കെ ഇത്തരത്തിലുള്ള ചെടികൾ നട്ടു വളർത്തുന്നതുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. അതുപോലെ തന്നെ കടലമാവ്, പച്ചരി,
ഇതൊക്കെ ഇതിൻ്റെ റേഡിയേഷൻസാണ്. അപ്പോൾ ഇവർക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ ദാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കടലമാവ് ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പച്ചരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ, ഇതൊക്കെ ഇവർക്ക് ദാനം ചെയ്യുന്നത് ഇവരിലുള്ള ദോഷ റേഡിയേഷൻസൊക്കെ മാറുന്നതിന് നല്ലതാണ്. പിന്നെ ഭക്ഷണങ്ങളിൽ പുട്ട് ഇതിൻ്റെ ഒരു റേഡിയേഷൻസാണ്. അപ്പോൾ ഇവർക്ക് ഈ പുട്ട് ഇപ്പോൾ കഴിക്കുന്നതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. പിന്നെ വടക്ക് ദിക്കിന് ഇതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ യാത്ര ചെയ്യുമ്പോൾ വടക്കോട്ടൊക്കെ യാത്ര ചെയ്യുക, വീടുകളിലൊക്കെ വടക്കേ മുറി തിരഞ്ഞെടുക്കുക, വടക്കോട്ട് നോക്കി ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ്. മഞ്ഞ കളറ് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. മഞ്ഞ കളറിലുള്ള ഡ്രസ്സുകൾ ഇടുക, അല്ലെ വീടിനൊക്കെ ആണെങ്കിലും മഞ്ഞ കളറിൻ്റെ പെയിൻ്റൊക്കെ അടിക്കുക, ഇതൊക്കെ ഇവർക്ക് നല്ലതാണ്. ഇത് തേക്ക് മരവുമായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ഒരു റേഡിയേഷൻസ് ഉണ്ട്. അപ്പം ഈ നക്ഷത്രക്കാരൊക്കെ വീട്ടിൽ തേക്ക് മരമൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ അത് വെട്ടി വിൽക്കുക, അല്ലെങ്കിൽ ഇവർ തേക്ക് മരമൊക്കെ വെച്ച് പിടിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. പിന്നെ രുദ്രാക്ഷം ധരിക്കുന്നത്, 5 മുഖമുള്ള രുദ്രാക്ഷം സൂക്ഷിക്കുക, അത് ധരിക്കുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ്. പിന്നെ ഈ ബീഡിയുമായിട്ട് ഇവർക്കൊരു ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബീഡി, ഈ പുക വലിക്കാനൊക്കെ താല്പര്യം ഉണ്ടാകുക, പുകയില മുറുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ താല്പര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇവരിൽ ഉണ്ടാവാം. പിന്നെ ഇവർ ഈ ക്യാഷിയർ സംബന്ധമായിട്ടൊക്കെയുള്ള ജോലികളൊക്കെ ഇവർക്ക് നല്ലതാണ്. ക്യാഷ് കൈകാര്യം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ജോലി, ക്യാഷിയറായിട്ടിരിക്കുക, ഇതൊക്കെ നല്ലതാണ്. പിന്നെ പലിശയ്ക്ക് കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ താല്പര്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ ഒരു റേഡിയേഷൻസാണ്. പിന്നെ സ്വർണത്തിനോടും താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സിംഹവുമായിട്ട് ഈ നക്ഷത്രത്തിനൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വീടുകളിലൊക്കെയാണ് ഈ സിംഹത്തിൻ്റെയൊക്കെ ഉള്ളൊരു പടം വെക്കുക, അതൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഇവരൊക്കെ കാലിന് എന്തെങ്കിലും അപകടങ്ങൾ പൊതുവെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കണങ്കാലിന് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പറ്റുക, എന്തെങ്കിലുമൊക്കെ മുറിവുകളോ ചതവുകളോ ഒടിവുകളോ ഒക്കെ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. പിന്നെ ഇവരെ ഈ കണി കാണുന്നതിനും വീടുകളിലൊക്കെ കയറ്റുന്നതിനുമൊക്കെ ഈ നക്ഷത്രക്കാരെ നല്ലതാണ്. ഈ ചിലപ്പോൾ ഈ ചില വിശ്വാസം അനുസരിച്ചുകൊണ്ട് 1-ാം തീയതി കയറുക, ആദ്യമേ കണി കാണുക, ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഈ നക്ഷത്രക്കാർ വളരെ ഗുണം ചെയ്യുന്ന നക്ഷത്രക്കാരാണ്. പിന്നെ എപ്പോഴും ഇവരൊരു സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. എപ്പോഴും സന്തോഷം കൊടുക്കുക, ഇവരുടെ മുഖം എപ്പോഴും അല്ലെങ്കിൽ ഇവരുമായിട്ടൊക്കെ ഇടപെട്ട ഒരു പൊതുവെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു വിശേഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവർ സുദർശന യന്ത്രമാണ് ധരിക്കേണ്ടത്, അതൊക്കെ ഇവർക്ക് നല്ലതാണ്. പിന്നെ ഇവർക്ക് ഈ പാദസരത്തിനോട് പ്രത്യേക ഒരു താല്പര്യമൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിലും പാദസരം ധരിക്കുക, അതൊക്കെ നല്ലതായിരിക്കും. വെള്ളി പാദസരങ്ങളൊക്കെ ഇവർക്ക് ധരിക്കാനും ഒക്കെ ഇഷ്ടമാണ്, അത് നല്ലതായിരിക്കും. പിന്നെ ഈ നക്ഷത്രക്കാർ അത്യാവശ്യമായിട്ടും തിരുപ്പതി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് ദർശനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ നക്ഷത്രക്കാർ ഒരിക്കലെങ്കിലും തിരുപ്പതി ക്ഷേത്രത്തിലൊക്കെ ദർശനം ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് നല്ലതാണ് ഇവർക്ക്. അതുപോലെ തന്നെ ഇവരുടെ ദോഷങ്ങളുമായി ഇവരിലുള്ള റേഡിയേഷൻസൊക്കെ മാറുന്നതിന് വേണ്ടി ഈ പുഷ്പങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്യുക, അല്ലെ പുഷ്പങ്ങൾ കൊടുക്കുക, ഇതൊക്കെ നല്ലതായിരിക്കും. അതുപോലെ ഇവർക്ക് പുഷ്പങ്ങൾ വാങ്ങിക്കാനും കൊടുക്കാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇവരോട് സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ പുഷ്പങ്ങൾ കൊടുത്ത് അവർ സ്നേഹമൊക്കെ അറിയിക്കുന്നതൊക്കെ ഇവർക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുന്ന. അതുപോലെ തന്നെ പുഷ്പാഭിഷേകങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്നതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ചില കളികളൊക്കെ കളിക്കുക, ഈ ചെസ്സ് കളിക്കുക, ചില പാമ്പും കോണിയും കളി, പണ്ടത്തെയൊക്കെ ഉള്ളൊരു തായം കളി, ഇത്തരത്തിലൊക്കെയുള്ള ചില കളികളോടൊക്കെ ഇവർക്കൊരു പ്രത്യേക ഒരു താല്പര്യമൊക്കെ പൊതുവെ ഉണ്ടാവും. പിന്നെ എപ്പോഴും ഇവർക്കൊരു ഭരണകർത്താവായിട്ടിരിക്കാനാണ് താല്പര്യം. വീട്ടിലാണെങ്കിൽ പോലും എല്ലാത്തിൻ്റെ ഒരു ഭരണനിർവഹണം ചെയ്ത് എല്ലാത്തിൻ്റെ ഒരു മേൽത്തട്ട് നിന്ന് ചെയ്യാൻ ഇവർക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ ഒരു ഗൗരവ മുഖഭാവങ്ങളൊക്കെ ഇവർക്ക് കാണാം, ഒരു പ്രതാപഭാവങ്ങളൊക്കെ പൊതുവെ ഇവരിൽ ഉണ്ടാകും. ഒരു ഉടയോൻ്റെ സ്വഭാവ ഗുണങ്ങൾ എപ്പോഴും കാണും. വീട്ടിലൊക്കെ ആണെങ്കിലും ഈ നക്ഷത്രക്കാർ പൊതുവെ ഒരു ഉടയോൻ്റെ ഒരു അധികാര സ്വഭാവങ്ങൾ വീട്ടിലുള്ളവരെക്കാട്ടിലും കൂടുതൽ ഇവർ കാണിക്കും. പിന്നെ ഇവരുടെയൊക്കെ ബാങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ഒക്കെ ഇട്ട് വെക്കാനൊക്കെ ഇവർക്ക് പൊതുവെ താല്പര്യമുള്ള നക്ഷത്രക്കാരായിരിക്കും.
പിന്നെ ഇവർക്ക് ഈ വീടുകളിലൊക്കെയാണ് ഈ അരിവാളെന്നൊക്കെ പറയുന്ന ചില ആയുധങ്ങളൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ ഒരു റേഡിയേഷൻസാണ്. പിന്നെ ചിലമ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻസ് ഉണ്ട്. പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ചിലമ്പെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. പിന്നെ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ കാശിട്ട് കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ ഒരു റേഡിയേഷൻസാണ്. അപ്പോൾ അതൊക്കെയും ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ കോൺക്രീറ്റ് പണി, നിർമ്മാണങ്ങൾ, എൻജിനീയറിങ് വർക്ക്, ഇതൊക്കെ ഈ ഒരു നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻസാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് ശോഭിക്കുമെന്നാണ്. പിന്നെ ഇവർക്ക് ഈ കൈക്കൂലി വാങ്ങാനൊക്കെ പൊതുവെ താല്പര്യമുള്ള നക്ഷത്രക്കാരായിരിക്കും. കൈമണി ഇതൊക്കെ ഉണ്ടാകും. അത് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് കൈക്കൂലി വാങ്ങുക. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും എന്തെങ്കിലും കാര്യത്തിന് പോകണമെങ്കിൽ പോലും ഇവർക്കത് ചില കാര്യങ്ങൾ കൊടുത്താലേ ഇവർ പോകത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചില കാര്യങ്ങൾ ഇവരുടെ പോക്കറ്റിൽ സൂക്ഷിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവ വിശേഷങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഉണ്ടാവും. പിന്നെ ഈ ചില സഭാകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനൊക്കെ ചില കമ്മിറ്റിയിലൊക്കെ ഉണ്ടാവുക, ചില കൂട്ടങ്ങൾ, സഭാകൂട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ നക്ഷത്രക്കാർ പൊതുവെ ബന്ധപ്പെട്ട് നിൽക്കും. ക്ഷേത്ര കമ്മിറ്റിയോ അല്ലെ മറ്റ് പഞ്ചായത്തിലുള്ള ചില അംഗത്വമോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലൊക്കെ, ചില കൂട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്കൊരു താല്പര്യമൊക്കെ ഉണ്ടാവും. പിന്നെ ഇവർക്ക് ഈ മുദ്രപത്രവുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാകും. എഴുത്തുകുത്ത് കാര്യങ്ങളിനകത്തൊക്കെ ചില പ്രശ്നങ്ങൾ പൊതുവെ ഉണ്ടാകും. ചില കാര്യങ്ങളൊക്കെ തിരുത്തുക, ഇവരുടെ ചില ഐഡൻറ്റിറ്റി കാർഡിലൊക്കെ തിരുത്തലുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ മുദ്രപത്രങ്ങളോ ഒക്കെ ചില തിരുത്തലുകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളൊക്കെ ഇവർക്ക് പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള. പിന്നെ ഇവരുടെ പാരമ്പര്യ സ്വത്തുക്കളുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. ചില ഇൻഷുറൻസ് മേഖലയുമായിട്ടൊക്കെ ഈ നക്ഷത്രക്കാർക്ക് താല്പര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഈ ആർ ഡി ഒ ചില വണ്ടിയുടെയൊക്കെ മേധാവികളൊക്കെയാണല്ലോ ഈ RDO. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളോടുള്ള ബന്ധങ്ങളുണ്ടാവുക, ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്കൊരു ബന്ധം കാണുന്നുണ്ട്. കുറി ഇടുക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, ചിട്ടി പോലെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ഈ നക്ഷത്രക്കാർക്കൊരു ബന്ധം കാണും. അതുപോലെ തന്നെ കണ്ടീഷൻ ഉള്ള ആൾക്കാരായിരിക്കും. എല്ലാ കാര്യത്തിനും ഇവർക്ക് ഓരോ കണ്ടീഷൻ ഉണ്ടാവും. ഞാനത് ചെയ്തു തരണമെങ്കിൽ നിങ്ങൾ അതിനിങ്ങനൊരു കണ്ടീഷൻ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ ഓരോ റേഡിയേഷൻസാണ്. പിന്നെ വളരെ കൂർമ്മ ബുദ്ധിക്കാർ, ഷാർപ്പ് മൈൻഡ്, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവ വിശേഷങ്ങളൊക്കെ ഇവർക്കുണ്ടാവും. പിന്നെ ബിസിനസ് മേഖല, കച്ചവട മേഖലയുമായി ബന്ധമുള്ള ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് ബിസിനസ് ചെയ്യാനൊക്കെ ഈ നക്ഷത്രക്കാർ നല്ലതാണ്. പിന്നെ ഇവർക്ക് ചില പാർക്കിൽ ഒക്കെ പോയിരിക്കാനും അല്ലെ അങ്ങനെയൊക്കെ കൂടെ ഇവർ പോകാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എക്സ്പോർട്ട്, ഇമ്പോർട്ടൻ്റ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ നക്ഷത്രക്കാർക്ക് താല്പര്യം ഉണ്ടാവും. പിന്നെ ഇവർക്ക് പ്രധാനമായിട്ട് ഈ ഹൃദയ സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ഈ ഹാർട്ട് സംബന്ധമുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ അല്ലെങ്കിൽ ഈ വിമ്മിഷ്ടം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഹൃദയ സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പൊതുവെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ കത്തിയുടെ റേഡിയേഷൻസ് ഉള്ള നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കത്തി കൊണ്ടൊക്കെയുള്ള മുറിവുകളുണ്ടാകുക, ആയുധ മുഖേന ഇവരെന്തെങ്കിലുമൊക്കെ മുറിവുകളൊക്കെ ഉണ്ടാകാൻ ചില സാധ്യതകളുണ്ട്. ചില ഓപ്പറേഷൻസോ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കാലിന് എന്തായാലും ചില മുറിവുകളൊക്കെ ഉണ്ടാകും. കണങ്കാലിന് മുറിവുകളൊക്കെ ഉണ്ടാവുക, ഒടിയുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ടാവും. പിന്നെ ഗവൺമെൻറ് ജോലിയുമായിട്ടുള്ള ഇവർക്ക് റേഡിയേഷൻ ഉണ്ടാവും. ചില ആൾക്കാരൊക്കെ ഗവൺമെൻറ് ജോലികളിലൊക്കെ താല്പര്യം ഇവർക്ക് കൂടുതലായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നേരുള്ള വഴികളിനേക്കാളിലും കൂടുതൽ പെട്ടെന്ന് ഉള്ള വഴികൾ, ചില കുറുക്ക് വഴികളിലൂടെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാവും. അല്ലെങ്കിൽ ചില കുറുക്ക് വഴികളിലൂടെയൊക്കെ പണം സമ്പാദിക്കാനൊക്കെയുള്ള ചില ശ്രമങ്ങളൊക്കെ ഇവരിലുണ്ടാവും. പിന്നെ ചില ദാനശീലരായിരിക്കും പൊതുവെ. അത് നമ്മൾ ഈ കർണൻ്റെ നക്ഷത്രം കൂടെയാണ് ഈ നക്ഷത്രം. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ആൾക്കാർക്കും ഈ ദാനം ചെയ്യാനായിട്ടൊക്കെ ഇവർക്ക് ഇഷ്ടമായിരിക്കും. പക്ഷേ ആ ദാനം ചെയ്യുന്നതിലൂടെ ഇവർക്ക് നല്ല പണിയും കിട്ടുമെന്നുള്ളതാണ് പറയേണ്ടത്. ഇഷ്ടമുള്ള ചില ആൾക്കാർക്ക്, ഇവരുമായിട്ടൊക്കെ ഉള്ള ചില ബന്ധമുള്ള ആൾക്കാർക്കൊക്കെ ഇവരെന്തും കൊടുക്കുന്നു, എന്തും വാരിക്കോരി ഇവർ കൊടുക്കും. അതിൻ്റെ വരുംവരായ്മകളെ പറ്റിയൊന്നും ചിന്തിക്കാതെ ഇവർ എന്തും കൊടുത്തു കളയും. സ്നേഹം കൊണ്ട്
അവർക്ക് എന്തും കൊടുക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടുള്ള പല രീതികളിൽ വരും. അപ്പോൾ കർണന് കിട്ടിയ പണി പോലെ തന്നെ ഇവർക്കും ഈ നക്ഷത്രക്കാർക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ആൺ സിംഹത്തിൻ്റെ ഒരു ക്യാരക്ടറായിരിക്കും. ഈ ആൺ സിംഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് ഈ പണിക്ക് പോകുന്നത് വീട്ടിലെ സിംഹത്തിൻ്റെ ഉടലിൽ ഈ പെൺസിംഹങ്ങളായിരിക്കും കൂടുതലും ഇര പിടിക്കാനൊക്കെ പോകുന്നത്. കുട്ടികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇര പിടിക്കാനൊക്കെ പോകുന്ന പെൺസിംഹങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഇവർ ഇര പിടിക്കാനൊക്കെ പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾക്ക് മാത്രമേ ഇവർ മുന്നോട്ടിറങ്ങി വരത്തുള്ളൂ. ചില പണിക്ക് പോകാനൊക്കെ പൊതുവെ മടിയുള്ള ആൾക്കാരായിരിക്കും. പണിക്ക് പോകുന്നതിനേക്കാട്ടിലും ഒരു മറ്റുള്ളവരെ കൊണ്ട് പണി എടുപ്പിക്കാനായിരിക്കും ഇവർക്ക് കൂടുതലും താല്പര്യം. അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവ വിശേഷങ്ങളും ചില കുരുട്ട് ബുദ്ധിയൊക്കെ ഇവർക്ക് ഉണ്ടാകും. പിന്നെ പാരമ്പര്യത്തിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബക്കാരുമായിട്ടോ പാരമ്പര്യ രീതിയിലൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഇത് ഉണ്ടാവും. ഇവരുടെ കുടുംബത്തിലോ ഇവരുടെ ബന്ധുക്കളിലോ അല്ലെങ്കിൽ കുടുംബപരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വികലാംഗരോ അല്ലെങ്കിൽ കാലിന് പ്രശ്നമുള്ളയോ ആൾക്കാരാരെങ്കിലുമൊക്കെ കാണും. അങ്ങനെയുള്ള ഒരു റേഡിയേഷൻസാണ് ഈ നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബപരമായിട്ടോ വീടുകളിലോ ഇവരുടെ അടുത്ത കുടുംബക്കാരോ ഒക്കെ ഒരു വികലാംഗരോ കാലിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാലിന് ഒടിവോ ചതവോ അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും വൈകല്യങ്ങളോ മന്തുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിരലിന് എന്തെങ്കിലുമൊക്കെ അംഗഭംഗങ്ങളോ അങ്ങനെ പല രീതികളിൽ കാലിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ ഇവരുടെ പാരമ്പര്യത്തിലുണ്ടാകുമെന്നാണ്. പിന്നെ കുട്ടികളോട് ഇവർക്ക് പൊതുവെ താല്പര്യമുള്ള നക്ഷത്രക്കാരാണ്. ആട്, കോഴി, പൂച്ച, പട്ടി, പ്രാവ് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ വളർത്താനൊക്കെ ഇവർക്ക് പൊതുവെ ഇഷ്ടമൊക്കെ ആയിരിക്കും. പിന്നെ ഡബിൾ ജോലികൾ ചെയ്യാൻ സാധ്യതയുണ്ട്. 2 ജോലികൾ എടുക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ വന്നിട്ട് അതിന് വേറൊരു വരുമാനം ഉണ്ടാകുന്ന വേറൊരു ജോലി ഉണ്ടാകുക, അല്ലെങ്കിൽ ട്യൂഷൻ ഒരു ജോലി ഉണ്ടെങ്കിൽ പോലും സെപ്പറേറ്റ് ആയിട്ട് ട്യൂഷൻ എടുക്കുക. അങ്ങനെ 2 ജോലികളെ ഇവർ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഈ നക്ഷത്രക്കാർക്കുണ്ട്. പിന്നെ ഇവരുടെ അമ്മാവന്മാരോട് കുറച്ച് സ്നേഹവും ബഹുമാനവും പേടിയും ഒരാരാധനയൊക്കെ ഉണ്ടാവും. ചിലപ്പോഴൊക്കെ അമ്മാവന്മാരുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ ഇഷ്ടമൊക്കെ കൂടുതലായിരിക്കും അമ്മാവന്മാരോടൊക്കെ എന്നും പറയാം. പിന്നെ ഇവർക്ക് ഈ ചില ആഹാര സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചില പ്രശ്നങ്ങൾ അലർജി പ്രശ്നങ്ങളോ ഈ പുളിച്ച് തകട്ടുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ഓക്കാനം പോലെയൊക്കെയുള്ള ചില വിഷയങ്ങളൊക്കെ രോഗങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ വാഹനമൊക്കെ ഉണ്ടാകാനും വാഹനം വാങ്ങാനും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കൂടുതൽ താല്പര്യങ്ങളുണ്ടാകും. അല്പം പിശുക്കത്തരവുമൊക്കെ ഈ നക്ഷത്രക്കാർ കാണിക്കും. പിന്നെ ഇവർക്കൊരു ആൽമരവുമായിട്ട് ഈ നക്ഷത്രം റേഡിയേഷൻസ് ഉള്ളതുകൊണ്ട് ഈ ആൽമരം ഇവർ എവിടെ പോയെന്ന് പറഞ്ഞാൽ ഒരു ആൽമരം കാണുക, അല്ലെങ്കിൽ ആൽമരവുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻസോ അല്ലെങ്കിൽ ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ഒക്കെ തന്നെ ഒരു ആൽമരമൊക്കെ ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ളൊരു കണക്ഷൻസ് ഈ നക്ഷത്രമായിട്ടൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇവരെപ്പോഴും ആൽമരമൊക്കെ ഉണ്ടെങ്കിൽ ആൽമരത്തെ കൂടുതൽ ഇങ്ങനെ നോക്കുക. അവർക്ക് തന്നെ അറിയത്തില്ല എന്തിനാണ് ആൽമരത്തെ നോക്കിയത്. അങ്ങനെ ആൽമരമായിട്ട് ഇവർക്കൊരു കണക്ഷൻസ് ഒരു റേഡിയേഷൻസ് ഈ ഒരു നക്ഷത്രത്തിനുണ്ട്. പിന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ പൊതുവെ ഒരല്പം താല്പര്യമൊക്കെ ഉണ്ടാവും. ആത്മീയ വിഷയങ്ങളിലൊക്കെ പഠിക്കാനും ആത്മീയ മേഖലകളൊക്കെ കൈകാര്യം ചെയ്യാനും ഒക്കെ പൊതുവെ ഇഷ്ടമുള്ള നക്ഷത്രക്കാരായിരിക്കും. ആത്മീയ യാത്രകളൊക്കെ ചെയ്യാനൊക്കെയും പൊതുവെ ഇഷ്ടമായിരിക്കും. അമ്പലങ്ങളോ പള്ളികളോ അങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങളൊക്കെ പോകാൻ താല്പര്യം ഉണ്ടാവും. എപ്പോഴും ലാഭമായിരിക്കും പ്രതീക്ഷിക്കുന്നവർ. എന്ത് കാര്യം ചെയ്താലും അവർക്ക് അതിൻ്റെ ഒരു ലാഭം ഉണ്ടാകണം, അല്ലാതെ അവർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. പിന്നെ അവർക്ക് കാൽമുട്ട് വേദന, പിന്നെ കുടുംബദേവത കോപം പൊതുവെ ഇവർക്ക് ഈ നക്ഷത്രത്തിനുണ്ടെന്നുള്ള. അതുകൊണ്ട് കുടുംബക്ഷേത്രങ്ങളിലൊക്കെ ഇവരിത് ശ്രദ്ധിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുടുംബപരദേവത ഇവർ കൂടുതലും ദർശനം ചെയ്യുകയും കുടുംബപരദേവതകളെ പ്രീതിപ്പെടുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ നക്ഷത്രം പൊതുവെ കുടുംബ ദേവത കോപം പൊതുവെ ഈ നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻസിനുണ്ട്. പിന്നെ ചില കടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. ചില കടത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ടാകാൻ സാധ്യതകളുണ്ട്. ഇവർ ദാനധർമ്മങ്ങളാണെങ്കിൽ പോലും ഇവർ കൊടുത്ത കാശുകൾ ഇവർക്ക് തിരിച്ച് മേടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇവർക്ക് 1,00,000 രൂപ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവരത് ചോദിക്കത്തില്ല, ഇവർ കടം മേടിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പിന്നെ അച്ഛനെ പിരിഞ്ഞിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അച്ഛൻ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് വിട്ടുമാറി നിൽക്കുക, താമസിക്കുക, ഇങ്ങനെയൊക്കെയുള്ള റേഡിയേഷൻസൊക്കെ ഈ നക്ഷത്രത്തിന് ഉണ്ട്. പിന്നെ ഒരു 2 ബന്ധങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. 2 കല്യാണം കഴിക്കാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രണയം പോലെയുള്ള ചില വിഷയങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഒരു 2 സൗഹൃദങ്ങളൊക്കെ
ഇവർ സൂക്ഷിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. പിന്നെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം വരാൻ പൊതുവെ സാധ്യതയുണ്ട്. പിന്നെ ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധുരത്തിനോട് താല്പര്യം ഉണ്ടാവും, മധുരം കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇവരുടെ കഴിവ്, ഇവർ സങ്കടങ്ങളൊക്കെ വീട്ടിലുള്ള ആരോടും പൊതുവെ പറയത്തില്ല. പക്ഷേ ഇവർ പണിക്കാരോടൊക്കെ ഇവരുടെ സങ്കടങ്ങൾ പറയും. ഇവർ ഭയങ്കര ബുദ്ധിശാലികളാണ്. കാരണം ഇവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ പണിക്കാരോട് പറയുമ്പോൾ പണിക്കാർ ഇവരുടെ കൂടെ നിന്ന് നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇവർ അങ്ങനെ ഒരു ബുദ്ധിക്കാരാണ്. അപ്പം എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരോട് പറയാതെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരോടൊക്കെ പറയും, അവരുടെ പ്രശ്നങ്ങൾ അറിയും. അപ്പം അങ്ങനെ ഇവരെ ഒരു സഹായിക്കാനൊക്കെയുള്ള കഴിവൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഉണ്ട്. പിന്നെ പൊതുവെ ചെറുപ്പത്തിലൊക്കെ ചെറിയ തലവേദന, കണ്ണിന് വേദന, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വണ്ണം വെക്കാനുള്ള സാധ്യതകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഉണ്ട്. ഫാറ്റി ലിവർ പ്രോബ്ലംസുകളൊക്കെ പൊതുവെ വരാം. അതൊക്കെ ആഹാര കാര്യത്തിലൊക്കെ ഇവർ നല്ലപോലെ ശ്രദ്ധിക്കണം. പിന്നെ ഇവരുടെ നടുവേദന, നട്ടലിന് വേദന ഒക്കെ പൊതുവെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ പാല്, തൈര്, മോര് ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോടൊക്കെ പൊതുവെ ഇവർക്ക് കൂടുതൽ ഇഷ്ടമൊക്കെ വരും. അപ്പോൾ ഈ നക്ഷത്രങ്ങൾക്കാരായിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നൊക്കെയുള്ള ചില അസുഖങ്ങളോ രോഗങ്ങളോ ഒക്കെ വരാം. കാരണം ഇത് അമിതമായിട്ടൊക്കെ കഴിച്ചാലും അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതായ പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ഉറക്കപ്രിയരൊക്കെ ആയിരിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ചെറുതായിട്ടൊന്ന് മയങ്ങണം. അങ്ങനത്തെ സ്വഭാവ സവിശേഷതകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. പിന്നെ ഇവർക്ക് ത്യാഗം ചെയ്യാനായിട്ട്, ചില ത്യാഗങ്ങളൊക്കെ ചെയ്യാനായിട്ട്, ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇവർക്ക് പൊതുവെ ഇഷ്ടമായിരിക്കും. പിന്നെ ഒരു സിംഹത്തിൻ്റെ സ്വഭാവം നമ്മളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിംഹത്തിൻ്റെ മുഖവുമായിട്ട് റേഡിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ സിംഹത്തിൻ്റെ പടം വെക്കുക, സിംഹത്തിൻ്റെ പ്രതിമകൾ വെക്കുക, ഈ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ദേവതമാരുടെയൊക്കെ പിക്ചറൊക്കെ വെച്ച് ആരാധിക്കുക, ഇതൊക്കെ ഇവർക്ക് പൊതുവെ നല്ലതായിരിക്കും. കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുന്നതുമൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഒരു സവിശേഷതകളായിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഉത്രട്ടാതി, കാർത്തിക, മക, ഉത്രം, ചിത്തിര, വിശാഖം, അവിട്ടം, ചതയം, ഉത്രാടം, അനിഴം. ഈ നക്ഷത്രക്കാരൊക്കെ ഇവർക്ക് പൊതുവെ മിത്രങ്ങളായിട്ട് വരുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ്. ഇവർക്ക് ശത്രുക്കളായി വരാവുന്ന നക്ഷത്രങ്ങളാണ് രേവതി, ഭരണി, രോഹിണി, ആയില്യം, പൂരം, അത്തം, തൃക്കേട്ട, തിരുവോണം. ഈ നക്ഷത്രക്കാർക്കൊക്കെ ഇവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത്ര സുഖമായിരിക്കത്തില്ല. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെയുള്ള നക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള സൗഹൃദമൊക്കെ മാറുന്നതും സൗഹൃദങ്ങളൊക്കെ കുറയ്ക്കുന്നതും ഇവരോട്ടൊക്കെയുള്ള പാർട്ട്ണർഷിപ്പുമായി ബന്ധമുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്നതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് നല്ലതായിരിക്കും. പിന്നെ ഈ 2025 എന്ന് പറയുന്നത് പൊതുവെ ഇവർക്കൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു നക്ഷത്രമായിരിക്കും. അത്ര ഗുണവുമായിരിക്കത്തില്ല, അത്ര ദോഷവുമായിരിക്കത്തില്ല. പൊതുവേ കുറേ കാര്യങ്ങളൊക്കെ അനുകൂലം ഉണ്ടാവും, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രതികൂലമൊക്കെ ഉണ്ടാവും. പിന്നെ സാമ്പത്തികപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് വരാനുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് അത് തുടങ്ങാനും ഒക്കെയുള്ള ചില സംരംഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ പൊതുവെ പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ സംബന്ധമായിട്ടും ശിരസ് സംബന്ധമായിട്ടും ഒക്കെയുള്ള ചില വിഷയങ്ങൾ, നേത്ര സംബന്ധമായിട്ടും ഈ ഹൃദയ സംബന്ധമായി ബന്ധപ്പെട്ടുള്ളൊക്കെ ചില വിഷമസ്ഥിതികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചില പ്രണയ കാര്യങ്ങളോ സൗഹൃദം, സ്നേഹം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ വർഷങ്ങളിലൊക്കെ ഉണ്ടാകും. തൊഴിൽ മേഖലയിലൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെ തൊഴിൽ സംബന്ധമായിട്ടൊക്കെ ചില ഗുണവശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക മേഖലകളെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് ശ്രദ്ധിച്ച് വേണം ഇവരെ സാമ്പത്തിക മേഖലകളെ കൈകാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാകുന്ന ഒരു ഫലമാണ് ഈ പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഈ 2025 എന്ന് പറയുന്ന വർഷമെന്ന് പറയുന്നത്. ഇവരുടെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി ഇവർ ശനീശ്വര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ശാസ്താവിന് വഴിപാടുകൾ നടത്തുക, ശബരിമലയിൽ ദർശനം നടത്തുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ 2025 ഈ നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് 2025 നല്ലതായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് അഗ്നിശാസ്ത്രപ്രകാരം അവർക്ക് പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്കൊക്കെയും ഈ വർഷം നല്ലത് സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ. നന്ദി, നമസ്കാരം.